ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പോൾ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ സ്റ്റാർ ഇടാൻ പോവാണ്. അതിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പുതിയത് വാങ്ങിക്കേണ്ട, അത് വർക്ക് ചെയ്യില്ലെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെ തന്നെ ഫ്ലോപ്പായിപ്പോയി. അതിൻ്റെ ലൈറ്റിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കേട്ടോ, വർക്ക് ചെയ്തില്ല. അതിപ്പോഴല്ല, രാത്രി ഇട്ടപ്പോൾ അത് കത്തുന്നുണ്ടായിരുന്നില്ല, അപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനും മോളും കൂടി പ്ലം കേക്ക് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണേ. ഇപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഫ്രൂട്ട്സും വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഡേറ്റ്സ്, ചെറി, ഉണക്ക മുന്തിരിങ്ങ, പിന്നെ കുറച്ച് കാഷ്യൂസുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്ലം കേക്കിൽ എപ്പോഴും ചിലർക്ക് നിറയെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉള്ളതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് ചേർക്കാറില്ല കേട്ടോ. കുട്ടികൾക്കും അങ്ങനെ ഒത്തിരി ഉള്ളത് ഇഷ്ടമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം ഒരു 1/4 കപ്പ് വരും. ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നും എത്ര എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് ഇത്രയുണ്ട് കേട്ടോ, ഏകദേശം ഒരു 1/4 കപ്പ്. ഇനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം, പഞ്ചസാര നമ്മൾ കരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെച്ചു. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു നമ്മുടെ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് കേട്ടോ 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ ഒക്കെ ഉപയോഗിക്കാം. ബാക്കി സാധനങ്ങളും അതേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ അളക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് അതിനകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ട. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആ ചൂടാവാൻ വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇളക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറി തുടങ്ങും ചെറുതായിട്ട്, അപ്പം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ വന്നു തുടങ്ങി. ഞാൻ ഇളക്കുകയാണേ. പെട്ടെന്ന് ഇനി ഇത് നിറം മാറും. അപ്പോൾ അത് എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരുപാട് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. കണ്ടോ, കുറച്ചും കൂടി ഈ ഒരു കളറല്ല നമുക്ക് വേണ്ടത്. പ്ലം കേക്കിന് എപ്പോഴും നല്ല ഡാർക്ക് ബ്രൗൺ കളറല്ലേ. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പതഞ്ഞ് തുടങ്ങും. ആ ഒരു പത വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. കണ്ടോ, പതയുന്ന കണ്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ആ ഇതാണ് കറക്റ്റ് പരുവം. പത വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കളറിലോട്ട് മാറും. കണ്ടില്ലേ, ഈ ഒരു കളറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്ന. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടാക്കാൻ വെച്ച വെള്ളം. അതിനകത്തുനിന്ന് 1 കപ്പാണ് ഒഴിക്കാൻ പോകുന്നത്. വെള്ളം ഒഴിക്കുമ്പം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. നല്ല ചൂടായി കിടക്കുന്ന പഞ്ചസാരയാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ചൊഴിക്കണം, നമ്മുടെ കയ്യിലോ മുഖത്തോ ഒന്നും വീഴാതെ ഒഴിക്കുക. കുട്ടികളെ എന്നും അടുത്ത് നിർത്തരുത് കേട്ടോ. അപ്പോൾ അതേ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി ഉടനെ തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ സോക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന പ്ലം കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഞ്ചസാരയിലിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതൊന്ന് വറ്റി വരണം, ഇതിൻ്റെ ഒരു പകുതി ആവണം കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരുപാട് വറ്റി പോവാതെ നോക്കുകയും വേണം. ഇത് പഞ്ചസാരയാണ്. അപ്പോൾ നല്ലപോലെ തണുത്തിട്ടാണ് നമ്മൾ കേക്കിൽ ചേർക്കുന്നത്. അപ്പോൾ തണുക്കുമ്പോൾ അത് കുറച്ചും കൂടെ കുറുകും. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ആവുന്ന രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പകുതിയോളം വറ്റി, കുറച്ച് ലിക്വിഡ് അതിനകത്തുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാലും അത് കട്ട പിടിക്കത്തില്ല. ഈ ഒരു രീതിയിൽ ഡ്രൈ ആക്കി ഒന്ന് വറ്റിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ തലേദിവസമൊക്കെ ഉണ്ടാക്കി പുറത്ത് തന്നെ വെച്ചിരുന്നാലും കേടാകത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡൈനിങ് ടേബിളിലോട്ട് ഫാനിട്ട് വെക്കുകയാണ് കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കേക്കിൻ്റെ പരിപാടികൾ ചെയ്യാം. എനിക്കത് കഴിഞ്ഞ് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അനോക്കയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ മോളും ഹസ്ബൻഡും കൂടി പോയിട്ടൊരു ചായയൊക്കെ ഇട്ടുതന്നു കേട്ടോ. എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഇല്ലാതിരുന്നതാണ്, പക്ഷേ ഇപ്പം ഷോപ്പിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം. അപ്പോൾ എല്ലാ ദിവസവും ഒരു ചായ കിട്ടും. അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ ഇരുന്നു. മോന് എക്സാമാണ്, മോൾ അവിടെ വെളിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഷുഗർ സിറപ്പ് റെഡിയായി, നന്നായിട്ട് തണുത്തു. ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു മിക്സി ജാർ എടുത്ത് അതിനകത്തേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടും 1/2 കപ്പ് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതിയേ. അതിനകത്തോട്ടൊരു 4-5 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിനകത്ത് ഗ്രാമ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ, വേറെ സ്പൈസസ് ഒന്നും വേണ്ട. ഇനി ഇതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിത് മുട്ട സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മുട്ട ഒഴിച്ചു, പിന്നെ ഒരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചിട്ട്, ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതൊരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ആ ബേക്കിംഗ് പൗഡറും സോഡയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലത്തും ഒന്നാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അത് കുറച്ചായിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിലോട്ട് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഒരു ഓവർ മിക്സ് ചെയ്യരുത്, കേക്ക് ഹാർഡായി പോവും. കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസോ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും ഒക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാനിതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഈ കേക്ക് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തൊരു പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീൽ റിങ്ങോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ തേച്ച് ജസ്റ്റ് മൈദ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല. അതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഈ എണ്ണ തേച്ച് മൈദയും കൂടി സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്ക് താഴെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും പോകാനായിട്ട്. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും. ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും കേട്ടോ അത് ബേക്കായി കിട്ടാൻ. പ്ലം കേക്ക് എപ്പോഴും കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ കറക്റ്റ് 50 മിനിറ്റിൽ പ്ലം കേക്ക് റെഡിയായി. നടുക്ക് ചെറിയൊരു കുഴി പോലെ വന്നതേ, ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതിനകത്ത് കാഷ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുറക്കാൻ പാടില്ലെന്നാണ്, അതുകൊണ്ടാണ് ചെറിയൊരു കുഴി വന്നത് കേട്ടോ. പക്ഷെ കേക്കിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കായിരുന്നു. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഫ്ലേവറാണ്. ശരിക്കും ഒരു ഹോം മെയ്ഡ് പ്ലം കേക്കിൻ്റെ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഡിന്നർ ടൈമാണ്. ഇന്നും പുട്ടാണ് കേട്ടോ, അരിപ്പുട്ട്. എല്ലാ ദിവസവും പുട്ട് തന്നെയാണോ എന്ന് വിചാരിക്കേണ്ട, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. കുറച്ച് തേങ്ങ ചിരകിയത് എപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവും, അപ്പോൾ പിന്നെ പെട്ടെന്ന് പുട്ടുണ്ടാക്കാം. ഉച്ചയ്ക്കത്തെ എന്തെങ്കിലും കറികളും ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ മത്തിക്കറി, ഉച്ചയ്ക്ക് തേങ്ങ അരച്ച മത്തിക്കറിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ട്. പുട്ടും മീൻകറിയും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ വൈകുന്നേരം രാത്രിയായപ്പോൾ ഇട്ടപ്പോഴാണ് സ്റ്റാർ കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കുറച്ച് നേരം റിപ്പയർ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ശരിയായില്ല. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറാണ്, അപ്പോൾ എൻ്റെ LED ലൈറ്റിന് എന്തോ പ്രശ്നം പറ്റിയതായിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ സ്റ്റാറൊക്കെ മേടിക്കണം. നമ്മൾ ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.